ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പർപ്പിളിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ച സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കീറാൻ വേറെ സാധനമൊന്നും കിട്ടാത്തതുകൊണ്ട് കത്രിക തുറന്ന് അത് വെച്ചിട്ടാക്കാൻ നോക്കിയത്. പക്ഷേ അത് എൻ്റെ ഫോണിന് പോലും സഹിച്ചില്ലെന്ന് തോന്നുന്നു. അത് ആദ്യം തല ഇറങ്ങി വീണ്. അങ്ങനെ പിന്നെ ഫോണൊക്കെ എടുത്ത് നേരെ വെച്ചിട്ട് അവസാനം ഞാൻ പെട്ടി അങ്ങ് പൊട്ടിച്ച്. ആദ്യം കയ്യിൽ കിട്ടിയത് കാർഡ്ബോർഡ് അറഞ്ചും വെട്ടിയിട്ട പോലത്തെ ഒരു സാധനമായിരുന്നു. ആദ്യം ഇതൊന്നും ആയിരുന്നില്ല. ആദ്യം വേറൊരു പേപ്പർ പോലത്തെ സാധനം. ഇപ്പോൾ അത് മാറ്റി കാർഡ്ബോർഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ കളയണം. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം കയ്യിലോട്ട് എടുക്കുന്ന NYBയുടെ 3-in-1 സെറം ഫൗണ്ടേഷൻ. ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ആക്രാന്തം ഒന്ന് വലിച്ച് പറിച്ച് കീറി എല്ലാം എടുത്ത് തുറന്ന് നോക്കി. ഷെയ്ഡ് സെയിം ആണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ സ്കിന്നുമായിട്ട് ചേരുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. കണ്ട ഏതോ ഷെയ്ഡ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് സാധനം. ഇനി തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഷെയ്ഡ് സെയിം ആണോ നോക്കണം. ഈ ചിരിച്ച് കളിച്ചിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അടുത്തെടുക്കുന്ന സാധനം എൻ്റെ കിളി പറത്തുന്നു. അപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ച സാധനം എന്താണെന്ന് വെച്ചാൽ മാർസിൽ നിന്ന് ഒരു ഐഷാഡോ പാലറ്റായിരുന്നു. തുറന്നപ്പോഴേ എൻ്റെ കിളി പോയി. കാരണം അത് ഫുള്ള് പൊട്ടിപ്പാളി പറന്ന് കിടക്കുമായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡിപ്രഷനായി. പിന്നെ അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയിട്ട് മാറ്റമൊന്നുമില്ല. എല്ലാം പൊട്ടി തന്നെയാണ് കിടക്കുന്നത്. പിന്നെ അത് റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച്. പിന്നെയും വിഷമത്തോടെ കുറച്ചേരം അതിനെ നോക്കി നിന്നെങ്കിൽ അതിൻ്റെ നോട്ടം കൊണ്ടൊന്നും അത് ശരിയാവാൻ പോകുന്നില്ലല്ലോ. അടുത്ത സാധനം പൊട്ടിക്കാൻ വേണ്ടി കയ്യിലോട്ടെടുത്തെങ്കിലും നോട്ടം അപ്പുറത്ത് ഐഷാഡോ പാലറ്റിലോട്ടായിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ കയ്യിലുള്ളത് പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. സെയിം ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ അനിയത്തിയുടെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അത് നോക്കി കോപ്പി അടിച്ച് വാങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ല സാധനമാണെന്ന് തോന്നുന്നു. അതവിടെ ഇരിക്കട്ടെ, അതിന് കുഴപ്പമില്ലാണ്ട് കിട്ടിയല്ലോ. പിന്നെ അടുത്ത കയ്യിലോട്ട് എടുത്തേക്കുന്ന മാർസിൻ്റെ ഈ ഒരു ലിക്വിഡ് ബ്ലഷാണ്. ഇത് 05 എന്നുള്ള ഷെയ്ഡാണ്. അമ്മച്ചിയാണ് ഇതൊക്കെ ആദ്യമായിട്ട് വാങ്ങുന്ന സാധനമാണ്. ആദ്യമായിട്ട് ഒരു ബ്ലഷും വാങ്ങുന്നത്. സോ അതിൻ്റെ എല്ലാ ആക്രാന്തോട് അതെല്ലാം പൊട്ടിച്ച് വലിച്ച് കീറിയെല്ലാം നോക്കി ഷെയ്ഡ് ചേരുമെന്ന് തോന്നുന്നു. പിന്നെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് പൊട്ടിച്ച് കുറച്ച് കയ്യിലോട്ടൊക്കെ കവളിനകത്തൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഞാൻ വളരെ കുറച്ചിട്ടത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഇത് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അടുത്ത സാധനം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ, ഇതിൻ്റെ കാര്യമൊന്നും പറയാനില്ല. അതിൻ്റെ പെട്ടിക്കകത്തുള്ള പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെന്ന് വെച്ചാൽ മറ്റേ 12 ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റാണ്. കാണാൻ പല പല കളറായിരുന്നെങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഒരേ കളർ പോലെയാണ് ഗൈസ് എനിക്ക് തോന്നി. അത് ആദ്യം തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ വലിച്ച് നോക്കിയായിരുന്നു. പക്ഷേ തുറക്കുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ടെടി, അത് പിടിച്ച് വലിച്ച് നോക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് ആയിരുന്നു. 01 ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിപ് ഗ്ലോസ് വാങ്ങണം എന്നുള്ള ആഗ്രഹം വന്നത് എനിക്ക് സ്റ്റെഫിസണിയുടെ വീഡിയോ കണ്ട് സോ ആ ഒരു ആഗ്രഹത്തിന് കയറി വാങ്ങിച്ചതാണ്. പിന്നെ അടുത്ത വാങ്ങിച്ചതെന്ന് വെച്ചാൽ മാർസിൻ്റെ ഈ ഒരു ലിപ് ലൈനർ ആയിരുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത്ര സാധനമായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ 2 ഫ്രീ ഗിഫ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ഈ ഒരു മിനി സെറത്തിൻ്റെ ഒരു പെട്ടിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു മിനി ഷാമ്പു. അപ്പോൾ സാധനം എല്ലാം എടുത്ത് കഴിഞ്ഞ് പെട്ടി കാലിയായി കഴിഞ്ഞു. ഇനി നേരത്തെ പെറുക്കി എറിഞ്ഞ ബില്ലും മറ്റു കാർബോഡേഷനും ഒക്കെ പെറുക്കി എടുത്തിട്ട് എനിക്ക് സാധനം റിട്ടേൺ ആയി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ.